നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന 2ാമത്തെ പാഠഭാഗമാണ് കൊച്ചു ദേവദാരു. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡോക്ടർ സലീം അലിയുടെ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടുള്ള കിളിമൊഴി എന്നുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണ്ടേ? കിളിമൊഴി. എങ്ങനെ വേണം പക്ഷി നിരീക്ഷണം തുടങ്ങാനെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷി നിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷിയെ കണ്ടുമുട്ടി എന്നിരിക്കട്ടെ. അവിടെ വെച്ച് തന്നെ പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായി എഴുതണം. പക്ഷിയുടെ വലിപ്പം, വർണ്ണങ്ങൾ, രൂപസവിശേഷതകൾ, അതായത് അതിൻ്റെ പാറ്റേൺസ്, വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താരതമ്യ നീളം, കണ്ണിൻ്റെയും കൊക്കിൻ്റെയും കാലുകളുടെയും നിറം എന്നിവയൊക്കെ കുറിച്ച് വെച്ചാൽ അത് പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും. പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നോ ഇരുന്നിരുന്നത്? ഒറ്റയ്ക്കായിരുന്നോ കൂട്ടമായിട്ടായിരുന്നോ കണ്ടത്? എന്നീ കാര്യങ്ങളും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദവും കൃത്യവും ആകുന്നോ അത്ര കണ്ട് ശരിയാവും പക്ഷിയുടെ തിരിച്ചറിയൽ. ഏതൊരു പക്ഷിയെയും നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസവും ആ സമയത്ത് അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ പക്ഷിയെ ഏതായിരിക്കും എന്ന് കണ്ടെത്താനുള്ള സാധ്യതകളുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു പക്ഷിയുടെ നിറം കറുപ്പാണെന്നും അത് ബലിക്കാക്കയേക്കാൾ ലേശം വലുതാണെന്നും അതിൻ്റെ കൊക്ക് കൂർത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ. ഈ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിന് നടുവിലെ പട്ടമരത്തിൽ ചിറക് വിരിച്ചിരുന്ന് വെയിലു കായുകയായിരുന്നു എന്നും അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു കാക്കയല്ല എന്ന്. ഈ പക്ഷി പറന്ന് ജലാശയത്തിന്മേൽ വന്നിറങ്ങി എന്നും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു നീർക്കാക്കയാണെന്ന്. ഒരു പ്രദേശത്തെ പക്ഷികളെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ, അയാൾ വിദഗ്ധനാവണം എന്നൊന്നുമില്ല, പക്ഷികളെ അന്വേഷിച്ചിറങ്ങുക എന്നതാണ് പക്ഷികളെ തിരിച്ചറിയാനും പഠിക്കാനുമുള്ള ഏറ്റവും മികച്ച വഴി. വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായ ശ്രദ്ധയോടെ വേണം പക്ഷികളെ കൃത്യമായി പേരറിഞ്ഞ് തിരിച്ചറിയാനും വർഗീകരിക്കാനും. എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് ശാസ്ത്രീയമായ മൂല്യമുണ്ടാകൂ. ഡോക്ടർ സലീം അലിയാണ്, പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. കിളിമൊഴി, പക്ഷികൾക്ക് വേണ്ടി 35 ഭാഷണങ്ങൾ എന്ന കൃതിയിലേതാണ് കിളിമൊഴി. പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എസ്. ശാന്തി. പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഡോക്ടർ സലീം അലിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പക്ഷി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുന്നതിന് മുമ്പ് ആരായിരുന്നു ഡോക്ടർ സലീം അലി എന്നത് അറിയേണ്ടതുണ്ട്. പക്ഷി നിരീക്ഷണത്തിന് ശാസ്ത്രീയവും വ്യവസ്ഥാധിഷ്ഠിതവുമായ തുടക്കം കുറിച്ചത് ഡോക്ടർ സലീം അലിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1896 നവംബർ 12 മുംബൈയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഭാരതത്തിലെ ജനങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിനും പ്രകൃതി സ്നേഹത്തിനുമൊക്കെ അടിത്തറയിട്ടു. പക്ഷി നിരീക്ഷണ ശാസ്ത്രത്തെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഡോക്ടർ സലീം അലി എഴുതിയ ഗ്രന്ഥങ്ങൾ വിജ്ഞാനപ്രദവും പ്രസിദ്ധവുമാണ്. ഇവയിൽ കേരളത്തിലെ പക്ഷികളെ പറ്റി എഴുതിയ ഗ്രന്ഥവും ഉൾപ്പെടുന്നുണ്ട്. ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. പക്ഷിശാസ്ത്രത്തിൽ നാഷണൽ പ്രൊഫസറായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തെ വിവിധ സർവകലാശാലകൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. പക്ഷി മനുഷ്യൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കും ഭരത്പൂർ പക്ഷി സങ്കേതവും നിലവിൽ വന്നത്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ സുന്ദർലാൽ ഹോറ സ്വർണ്ണ മെഡൽ, ഹോളണ്ട് രാജാവിൻ്റെ ഓർഡർ ഓഫ് ദി ഗോൾഡൻ ആർക്ക് എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷി മനുഷ്യനെക്കുറിച്ച് മനസ്സിലായല്ലോ.
ഡോക്ടർ സലിം അലിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. കനിവിനുറവയാം ഭൂമിക്ക് കാവലായി നാം എന്നും ഉണ്ടാവണം, വെട്ടുവാൻ ഓങ്ങിയിടും കൈകളോടരുതെന്ന് ചൊല്ലുവാൻ ശീലിക്കണം. ഇത് കഥയുടെ ആമുഖമായി കൊടുത്തിരിക്കുന്ന വരികളാണ്. എന്താണ് ഈ വരിയുടെ അർത്ഥം? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പിനായുള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതിയിലുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനാവശ്യമായ വെള്ളം, ആഹാരം, വായു ഇതെല്ലാം ഭൂമിയിൽ ഇഷ്ടം പോലെ എല്ലാവർക്കും ഉണ്ട് താനും. അമ്മയാകുന്ന ഭൂമി ഇതെല്ലാം നമുക്ക് തരികയാണ്. ഈ പ്രകൃതി വിഭവങ്ങൾ ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി അമ്മയാകുന്ന ഭൂമി പകർന്നു തരികയാണ്. എന്നാൽ നമ്മൾ മനുഷ്യർ പ്രകൃതിയോട് ഒരു കനിവും കാണിക്കാതെ ഈ പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. വരും തലമുറയ്ക്ക് കരുതി വയ്ക്കാതെ അവൻ സ്വാർത്ഥതയോടുകൂടി എല്ലാം നശിപ്പിക്കുകയാണ്. മരങ്ങൾ വെട്ടിമുറിക്കുകയും മലകൾ ഇടിച്ചു നിരത്തുകയും ജലസ്രോതസ്സുകളൊക്കെ മലീമസമാക്കുകയും അങ്ങനെ നിരന്തരം പ്രകൃതിയെ എങ്ങനെയാണ് പരിപാലിക്കാതെ അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, നമ്മുടെ പ്രാണവായു തരുന്നത്, പക്ഷികൾക്ക് തണലേകുന്നത്, ആഹാരം തരുന്നത്, എല്ലാറ്റിനെയും അവൻ ഒരു ഹിംസാത്മകമായ പ്രവൃത്തിയിലൂടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി, ഈ പ്രകൃതി നമ്മുടെ അമ്മയെപ്പോലെയാണ്. നമ്മുടെ അമ്മയെപ്പോലെ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായതെല്ലാം നൽകുന്ന പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. വിവേകമതികളായ മനുഷ്യരുടെ കർത്തവ്യമാണ്. വെട്ടുവാൻ ഓങ്ങുന്ന കൈകളോട് അരുതെന്നു പറയുവാൻ നാം ശീലിക്കണം. നമുക്ക് പ്രാണവായു തരുന്ന മരങ്ങൾ, ഭൂമിക്ക് കുടയാകുന്ന മരങ്ങൾ മുറിക്കാൻ വരുന്നവരോട് എന്തു പറയണം? അത് വെട്ടരുതെന്ന് പറയാൻ നമ്മൾ ശീലിക്കണം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കൊച്ചു ദേവദാരുവിൻ്റെ കഥയും അവളുടെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ എന്നതുപോലെ, ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മ എന്നതുപോലെ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു കഥയാണ്. ഒരിക്കൽ തന്നെ വെട്ടിക്കൊണ്ടു പോകും എന്നുള്ള ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മ അവളിൽ ഉണ്ടായിരുന്നൊരു കാലം. പിന്നീട് തൻ്റെ ഭയമെല്ലാം വെറുതെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷം. നമുക്ക് പരിചയപ്പെടണ്ടേ? കൊച്ചു ദേവദാരു എന്തിനെയാണ് ഭയപ്പെട്ടത്? ആരെയാണ് ഭയപ്പെട്ടത്? അറിയാൻ ആകാംക്ഷയില്ലേ? നമുക്ക് കഥ കേട്ടാലോ? പാഠം കൊച്ചു ദേവദാരു. വനപാലകന്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. അടുത്തുള്ള കാട്ടിലെ വൻ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു. അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു. വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു. അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നുകൊണ്ടേയിരുന്നു. എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു. വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു. ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു. ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിനൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാക്പൈ പറന്നു വന്ന് ആ കൊച്ചുമരത്തിൻ്റെ ചില്ലയിലിരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി. കൊച്ചു ദേവദാരു വിനയത്തോടെ മാക്പയോട് പറഞ്ഞു, ദയവായി എൻ്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. മാക്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു, അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം?
എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും, തീർച്ച. എൻ്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും? എന്തിനു വേണ്ടി? ദേവദാരു മൃദുസ്വരത്ത് ചോദിച്ചു. നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും, മാക്പേ പറഞ്ഞു. നിനക്ക് അറിഞ്ഞുകൂടെ, പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും, നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകാൻ. നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും. ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു. ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. ശരി, നോക്കിക്കോളൂ. ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും. ദയയില്ലാതെ ഇത്രയും പറഞ്ഞ് മാക്പേ അതിൻ്റെ പാട്ടിന് പറന്നുപോയി. വേനലിലും ശരത്കാലത്തും കൊച്ചു ദേവദാരു പേടിയോടെയാണ് ജീവിച്ചത്. മഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ അതിനൊട്ടും സമാധാനമില്ലാതായി. കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ. ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് പെയ്തു. വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞു വീണ് ഖനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞു കിടന്നു. കൊച്ചു ദേവദാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. അത് നന്നായി, ആ കൊച്ചു മരം ആശ്വസിച്ചു. മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും തന്നെ കാണുകയില്ലല്ലോ. പിന്നെ വർഷത്തിൻ്റെ അവസാന ദിവസം ഡിസംബർ 31-ാം തീയതിയും വന്നു ചേർന്നു. ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി. മഞ്ഞുപാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു. ദേവദാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെപ്പോലെ നിലകൊണ്ടു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ട് കൊച്ചു ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആ കൊച്ചു മരത്തിന് മനസ്സിലായില്ല. എന്താശ്ചര്യം, അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു. അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കകൾ അനവധി തൂക്കിയിരുന്നു. അതിൻ്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. അതിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ 2 കുട്ടികൾ, ഒരു സഹോദരനും സഹോദരിയും, വനപാലകൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വനപാലകനും അവരെ അനുഗമിച്ചു. അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ കൊച്ചു മരമാണിത്. എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി. അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. പക്ഷേ പുതിയ വനപാലകൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ സുന്ദരിയായ ദേവദാരു മരം നിന്നിരുന്നു. ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു. എഴുതിയിരിക്കുന്നത് സെർഗേയ് മിഹൽക്കോവ്. ശിശിരത്തിലെ ഓക്കുമരം. റഷ്യൻ കഥകൾ. വിവർത്തനം സി. തങ്കം.